ഡിവോഴ്സായ ഒരാളെ തന്നെ വേണമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഡിവോഴ്സായി എങ്കിൽ എന്താണ് പ്രശ്നം? അദ്ദേഹത്തിന് നല്ലൊരു മനസ്സിന് ഉടമയാണ്. അദ്ദേഹത്തിന് എൻ്റെ സ്വഭാവമായി ചേരാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. 18 വയസ്സ് കഴിഞ്ഞില്ല എന്ന് പലരും പറയുന്നുണ്ട്. ചിലർ പറയുന്നു 18 വയസ്സ് കഴിഞ്ഞതിൻ്റെ എടുത്തുചാട്ടമാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ഞാൻ ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തത്. ഞാൻ മാത്രമല്ല, എല്ലാവരും, എൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു. നല്ലത് മാത്രമാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. നിരവധി പേർക്ക് ഇതിനെക്കുറിച്ച് അറിയാനും ചോദിക്കാനുമൊക്കെ ഉണ്ട്. എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട്. സായി ലക്ഷ്മിയും അരുണും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇരുവരും പറയുകയും ഇവരുടെ പ്രണയാർദ്രമായ നിമിഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതിന് ശേഷം കടുത്ത വിമർശനം തന്നെയാണ് വരുന്നതെന്ന് പറയണം. സായി ലക്ഷ്മിയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. ആരും അരുണിനെ കുറ്റം പറയുന്നില്ല. ഡിവോഴ്സായ ഒരു ചെറുപ്പക്കാരനെ ആ പെൺകുട്ടി തട്ടിയെടുത്തു എന്ന തരത്തിൽ പോലും കമൻറ്റുകളുണ്ട്. എന്നാൽ ഇതൊക്കെ തന്നെയും വളരെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങളെല്ലാവരും കുറ്റം പറയുന്നത്. ഡിവോഴ്സായ ഒരു വ്യക്തിയെ സ്വീകരിച്ചു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ തമ്മിൽ ചേരുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പോകുന്നു. അതിലെന്താണ് ഇവിടെ തെറ്റ്? അതാണോ നിങ്ങൾക്ക് തെറ്റായി തോന്നുന്നത്? ഇതാണ് നിരവധി പേർ ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അരുണിൻ്റെയും സായി ലക്ഷ്മിയുടെയും വാർത്തകൾ ഏറ്റെടുക്കുമ്പോഴും പറയുന്നതും ചോദിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റെന്നാണ് വീണ്ടും ചോദിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആരാധകരുടെ പേരിൽ തന്നെ നിരവധി പേർ ഇതിനുള്ള പരാതിയും പറയുന്നുണ്ട് എന്ന് പറയാം. സായി ലക്ഷ്മിയും അരുണും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെ തുടങ്ങി, എവിടെ തുടങ്ങി എന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. ജൂലൈയിലാണ് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലായത് എന്ന് പറയുന്നുണ്ട്. ഈ വർഷം ജൂലൈ ആകുമ്പോൾ 1 വർഷമാകും. ഉടനെ തന്നെ കൂടുതൽ സന്തോഷ വാർത്തകൾ അറിയാൻ സാധിക്കുമോ എന്നും പ്രേക്ഷകർ ചോദിക്കുന്നു. എന്നാൽ സായി ലക്ഷ്മി അതിനെക്കുറിച്ചുള്ള മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അതിനുള്ള മറുപടിയുമായി ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം സായി ലക്ഷ്മി എല്ലാവരോടും പങ്കുവെക്കുന്നത്. ആരാധകർക്ക് ആ വാർത്ത കേട്ടപ്പോൾ തന്നെ സന്തോഷമായി. എല്ലാവരും സായി ലക്ഷ്മിയുടെ പുതിയ പ്രൊജക്റ്റുകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 18 വയസ്സ് ഇപ്പോഴാണ് കഴിഞ്ഞത്. അതുകൊണ്ടുള്ള എടുത്തുചാട്ടമാണോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ എടുത്തുചാട്ടമല്ല, ഇത് ഞാൻ വളരെയധികം ആലോചിച്ച് തീരുമാനിച്ചെടുത്തതാണ് എന്ന് സായി ലക്ഷ്മി പറയുന്നു. 18 വയസ്സ് മാത്രമല്ലേ ഉള്ളൂ. അവനും അവളുമായിട്ടുള്ള പ്രശ്നങ്ങളല്ലേ നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ എന്തിനാണ് ആ ഒരു പ്രശ്നത്തിൽ പിന്നെയും ചെന്ന് പെടുന്നത്? ഡിവോഴ്സായ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇത്ര രൂക്ഷമായി പോയതെന്നും ഈ ബന്ധം മാറിപ്പോകാൻ സാധ്യതയായതെന്നും വരെ പറയും. അതൊക്കെ ഊഹിക്കാമല്ലോ. എന്നാൽ സായി ലക്ഷ്മി പറയുന്നുണ്ട്, ഇതൊക്കെ ഊഹിക്കുകയും ഇങ്ങനെ പ്രശ്നങ്ങൾ വരികയും ചെയ്യുമെന്ന് അറിയാമായിരുന്നു. അതാണ് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത്. ആരാധകർക്കും അത് മനസ്സിലാക്കുന്നുണ്ട്. ആരാധകരും ഇപ്പോൾ സായി ലക്ഷ്മിയുടെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.